നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വടക്കൻ പാട്ടിലെ വീരനായകനായ ഉദയനക്കുറുപ്പ് തൻ്റെ കൂട്ടത്തിൽപ്പെട്ട എന്നുവെച്ചാൽ നേരെ മരുമകളല്ല, നേരെ സഹോദരിയല്ല, എങ്കിൽ തന്നെയും കൂട്ടത്തിൽപ്പെട്ട ചേടത്തിയനീത്തി മക്കളായിട്ടുള്ള ഒരു സഹോദരിയുടെ മകളാണ്. തച്ചോളി വീട്ടിലൊരു സ്ത്രീ രത്നമാണ് കുഞ്ഞി തങ്ക. കുംഭ എന്നാണ് അവളെ ഓമന പേരായിട്ട് വിളിക്കുക. അപ്പം തച്ചോളിച്ചി കുംഭ എന്ന് പറഞ്ഞാൽ തച്ചോളി വീട്ടിലെ കുംഭ എന്ന് പേരുള്ള പെൺകുട്ടി എന്നേ അർത്ഥമുള്ളൂ. അവൾ ചെക്കൂറ വീട്ടിലെ ചന്തുവിനെ മോഹിച്ച് ജീവിക്കുന്നവളാണ്. ചന്തുവിനും ഈ തച്ചോളിച്ചി കുംഭയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ കുംഭയുടെ അമ്മയുടെ സഹോദരന്മാരാണ് തച്ചോളി മാണിക്യത്തെ കോമപ്പക്കുറുപ്പും ഉദയനക്കുറുപ്പും, ഉണിച്ചിര സഹോദരിയുമായ. ഒരു ദിവസം ഈ കുഞ്ഞിക്കുംഭ തച്ചോളിച്ചി കുംഭ, അതായത് തെക്ക് ഭാഗത്തുള്ളൊരു പെരുമാളെ, അതായത് തൃശ്ശൂർപേരൂർ വടക്കനാഥ ക്ഷേത്രമാണെന്നൊക്കെ തോന്നുന്നു, ആ തൊഴുവാനായിട്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ തെക്കുള്ള പെരുമാളെ തൊഴുവാനായിട്ട്, അതായത് ഉത്തരമലബാറിൽ നിന്ന് നോക്കുമ്പോൾ തെക്കുള്ള പെരുമാളാണ് തൃശ്ശൂർപേരൂർ വടക്കനാഥൻ. ആ പെരുമാളെ തൊഴാനായിട്ട് പോരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്തു പറഞ്ഞു, തുണയൊക്കെ ഇല്ലാത്ത നമുക്ക് വകയിലുള്ള അമ്മാവന്മാരായിട്ട്, നമ്മുടെ സ്വന്തം അമ്മാവന്മാരായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നവർ ഇപ്പോൾ തച്ചോളി മാണിക്യത്തെ കോമപ്പക്കുറുപ്പും ഉദയനക്കുറുപ്പും ഒക്കെയാണ്. അതുകൊണ്ട് നീ അമ്മാവന്മാരോട് ചോദിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് ചെന്ന് സമ്മതം ചോദിച്ചപ്പോൾ ആ തൊഴാനല്ലേ എന്ന് കരുതി സമ്മതം നൽകി. ആ സമ്മതത്തോടുകൂടി തൊഴാനായിട്ട് പോകുന്ന നേരത്ത് എന്തുണ്ടായി, കൈതേരി ഉദയനൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദയനൻ നമ്പ്യാർ ഈ കുംഭയെ കണ്ടിട്ട് വളരെ സൗന്ദര്യം കണ്ടങ്ങോട്ട് മോഹിച്ചു പോയി. എന്നിട്ട് കുംഭയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിന് കൈതേരി വീട്ടിൽ തന്നെ ചെന്ന് കൈതേരി വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ട് ഈ തച്ചോളി കുംഭയുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കാര്യമുണ്ടെന്ന് വെച്ചാലും കോമപ്പക്കുറുപ്പും ഉദയനക്കുറുപ്പും ഒക്കെ കുംഭയുടെ അമ്മാവന്മാരല്ലേ അവർ എന്ന് കരുതി. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി ബലം പ്രയോഗിക്കേണ്ടി വരുന്നു തോന്നുന്നു എന്ന് കരുതി ഉദയനൻ എനിക്ക് കുംഭയെ എന്തായാലും വിവാഹം ചെയ്തു തരണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരോടൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഉദയനൻ എന്ത് പറഞ്ഞു, എനിക്ക് കണ്ടാച്ചേരി ചാപ്പ എങ്ങനെയിപ്പം നമ്മൾ ഉദയനൻ നമ്പ്യാരെ ഒതുക്കണത്? കുംഭയെ വിവാഹം ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നത് ചെക്കൂറ ചന്തു അല്ലേ, ചന്തുവിന് അവളെ വിവാഹം ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഉദയനൻ നമ്പ്യാർ വന്ന് ഇടചാടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ കണ്ടാച്ചേരി ചാപ്പൻ ഉദയനൻ നമ്പ്യാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരോട് ഇവരുടെ വീട്ടിൽ കുംഭയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ആ പാവം പിടിച്ച അമ്മോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ കുംഭപ്പം പോയി താമസിക്കുന്നത് ഉണിച്ചിരയുടെ കൂട്ടും കൂടിയിട്ട്, ഉണിച്ചാറയുടെ കൂട്ടും കൂടിയിട്ട് മേപ്പയിൽ മാണിക്കോത്ത അവിടെ പോയി നിങ്ങൾ സംബന്ധം കഴിച്ചോളൂ, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനെന്താ ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഈ നമ്പ്യാർ, ഉദയനൻ നമ്പ്യാർ, കൈതേരി ഉദയനൻ നമ്പ്യാർ തച്ചോളി മാണിക്യത്ത് ഉദയനക്കുറുപ്പിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുംഭയെ വിവാഹം ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉദയനൻ നോക്കുമ്പോൾ അയാൾക്ക് വേറെ 2-3 ഭാര്യമാരും മക്കളുടെ മക്കളും കുടുംബത്ത് സ്വത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇയാൾക്ക് കാണുന്ന സ്ത്രീകളെയൊക്കെ വിവാഹം ചെയ്യണം. തൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും തൻ്റെ ഈ മരുമകളെ ഇയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എന്നിരുന്നാലും പറഞ്ഞു, ശരി അടുത്ത വ്യാഴാഴ്ച ഇയാൾ കോപ്പൊക്കെ കൂട്ടി വന്നോളൂ, പടിഞ്ഞാറ്റി വിരിച്ചിട്ടേക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് സംബന്ധം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഉദയനൻ നമ്പ്യാർ പോയി. ഈ വാർത്ത കേട്ട് ചെക്കൂറ വീട്ടിലെ ചന്തു വേഗം മേപ്പയിൽ ചെന്നിട്ട് ഉദയനമ്മാമ, ചെറിയമ്മാവ എന്തത്, ഞാൻ കുംഭയെ വിവാഹം ചെയ്യണമെന്നാണെന്നുള്ള വിചാരിച്ചിട്ട്, അങ്ങനെ ആയിക്കോ നീ വിവാഹം ചെയ്ത്, അല്ല അപ്പോൾ ഉദയനമ്മാവൻ ചെറിയമ്മാവൻ ഉദയനൻ നമ്പ്യാർക്ക് ഇവിടെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. അയാൾ പറഞ്ഞുകൊണ്ട് കിടന്നുണ്ടായിരുന്നു നീ സമാധാനപ്പെട്ടിരിക്കും എന്നും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് കണ്ടാച്ചേരി ചാപ്പനാ പറഞ്ഞത് മേപ്പയിൽ ചെന്നിട്ട് കുംഭയെ വിവാഹം ചെയ്തോളാൻ. ആരോട്? കൈതേരി ഉദയനൻ നമ്പ്യാരോട്. ഇവിടെ വന്ന് ഈ വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദയനൻ ചോദിച്ചു, മാണിക്യത്തെ ഉദയനക്കുറുപ്പ് ചോദിച്ചു,
കണ്ടാച്ചേരി നീ എന്ത് കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ നീ കുമ്പയെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമോ? പടിഞ്ഞാറ്റിയിൽ അവളെയാണോ ഒരുക്കി നിർത്തുക നീ ഉദയനൻ നമ്പ്യാർക്ക് വധുവായിട്ട് എന്ന് ചോദിച്ചാൽ അല്ല പിന്നെയോ. അതോ അതിനൊക്കെ ഞാനൊരു സൂത്രം കണ്ടല്ലോ. എന്ത് സൂത്രം കണ്ടേക്കണെന്ന് പറഞ്ഞു. ഉദയനക്കുറുപ്പേ നിങ്ങളാണ് കുമ്പയുടെ വേഷം കെട്ടി പടിഞ്ഞാറ്റേക്ക് വരാൻ. ഞാനോ? ആ അതെ, കുമ്പയുടെ ആടയാഭരണങ്ങളൊക്കെ ഇട്ട് കുമ്പയുടെ തലമുടിയൊക്കെ കുമ്പ കെട്ടുന്നത് പോലെ ഒരു ഭാഗത്തേക്ക് ചെരിച്ച് കെട്ടി മുല്ലപ്പൂ ചൂടി കണ്ണെഴുതി പൊട്ടുകുത്തി അലങ്കാരങ്ങളോടുകൂടി വെടിഞ്ഞ് സ്ത്രീവേഷം കെട്ടി തച്ചോളി മാണിക്കത്ത് ഉദയനക്കുറുപ്പിരിക്കണം കട്ടില്ലേ, ചൂരൽ കട്ടില്ലേ, പൊൻചൂരൽ കട്ടില്ലേ. അപ്പോഴാണ് കൈതേരി ഉദയനൻ നമ്പ്യാർ സംബന്ധത്തിന്. എന്നിട്ട് അയാൾ സംബന്ധത്തിന് വരുമ്പോൾ ഞാൻ പുടവ മേടിക്കണം. ഞാൻ പുടവ മേടിക്കണം എന്ന് ആര് പറഞ്ഞു? മേടിക്കണേ മേടിച്ചോ, എനിക്ക് വരില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ ഉദയനക്കുറുപ്പ്. എന്ത് കാര്യം ചെയ്യണം? ഉദയനൻ നമ്പ്യാരെ അങ്ങോട്ട് കൊത്തിയിട്ടേക്കണം. കൊത്തിയിട്ടേക്കണം എന്ന് പറഞ്ഞാൽ വെട്ടിയിട്ടേക്കണം, കഴുത്ത് വെട്ടണം, കൊല്ലണം എന്നപ്പോൾ. അയ്യോ, അയാൾ ഇത്ര ആഘോഷത്തോടെ 22 നായന്മാരെയും കൂട്ടി സംബന്ധത്തിന് ഇവിടെ വരുമ്പോൾ പെണ്ണെവിടെയാണ്? കുമ്പെ കൊടുക്കാൻ പറ്റുമോ? കുമ്പയ്ക്ക് ഇപ്പോൾ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞേക്കണേ അയാളെ. ആ ചെക്കുറ വീട്ടിലെ ചന്തുവാണ് അവൾക്ക് ഇഷ്ടമുള്ള പയ്യൻ. അവന് വേണം വിവാഹം ചെയ്ത് കൊടുക്കാൻ. താനീ ഇങ്ങനെ ചെന്നൊരു പണി പറ്റിച്ച് അയാളിപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല ഉദയനക്കുറുപ്പേ. നിങ്ങൾ കുമ്പയുടെ വേഷം കെട്ടി പടിഞ്ഞാറ്റി കയറിയിരിക്കേ, ആ പൊൻചൂരൽ കട്ടിലിരിക്കെ. ഉദയനൻ നമ്പ്യാർ വന്നിട്ട് വേണ്ടുന്ന പോലെ അങ്ങോട്ട് പെരുമാറുന്നു. അതേപോലെ തന്നെ പറഞ്ഞ പോലെ വ്യാഴാഴ്ച നേരം സന്ധ്യയായി. 6 മണിയായപ്പോഴത്തേക്കും ഹൂ ഹോയ് എന്നുള്ള ശബ്ദം കേൾക്കണം. എന്താ ശബ്ദം? കൈതേരി ഉദയനൻ നമ്പ്യാരെ മേപ്പത്ത് വീട്ടിൽ തച്ചോളി മാണിക്കത്ത് മേപ്പയിൽ വീട്ടിലേക്ക് കുമ്പയെ വിവാഹം ചെയ്യാൻ വരണ വരവാ. 20 നായന്മാർ വാളും വെച്ചും കയ്യെ പിടിച്ച് കൂടെയുണ്ട്. ഇവിടെ വന്നു എല്ലാവരും സൽക്കരിച്ച് ഇത് പുൽവായി വിരിച്ചിട്ടു, സൽക്കരിച്ചിരുത്തി, വെറ്റില കൊടുത്തു, അടയ്ക്ക കൊടുത്തു, ബുർക്കാനൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഒക്കെ കഴിഞ്ഞ് പടിഞ്ഞാറ്റി അടിച്ച് തളിച്ച് വൃത്തിയാക്കി വിരിച്ചിട്ടു. വെള്ളപ്പുതപ്പൊക്കെ വിരിച്ചിട്ട് കട്ടിലൊരുക്കി, അറയൊരുക്കി, മുല്ലപ്പൂ വെതറി. ഉദയനൻ നമ്പ്യാരെ കടാച്ചേരി ചാപ്പൻ പടിഞ്ഞാറ്റിയിലേക്ക് പൊക്കോളൂ, കുമ്പ അവിടെ ഇരിപ്പുണ്ട്. ഉദയനൻ നമ്പ്യാർക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ പടിഞ്ഞാറ്റിയിലേക്ക് ചെന്നു. പടിഞ്ഞാറ്റിയിൽ ചെന്നിട്ട് എൻ്റെ കുമ്പേ ചെന്ന വഴിക്ക് തൻ്റെ നവവധുവിനോട് ഉദയനൻ നമ്പ്യാരങ്ങ് ശൃംഗാരച്ചവയുള്ള വാക്കുകൾ, വർത്തമാനങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ആദ്യം പറഞ്ഞു, എൻ്റെ കുമ്പേ നിന്നെ കണ്ടപ്പം തൊട്ട് ഞാൻ മോഹിച്ചു തുടങ്ങിയതാണ്, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും കുമ്പൊന്നും മിണ്ടണില്ല. തലവഴി തുണിയിട്ടിട്ട് ഇങ്ങനെ തലയും കുനിച്ചിരിക്കുക. എന്താ കുമ്പേ നീ മിണ്ടാത്തതെന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് നിനക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണോ വഴിക്ക് വെച്ച് ഞാൻ തടഞ്ഞ ആ ക്ഷേത്ര ദർശനം തെക്കൻ പെരുമാളെ തൊഴാൻ പോകാൻ പറ്റാത്തതാണ്? കുഴപ്പമില്ല, അടുത്ത കൊല്ലം തെക്കൻ പെരുമാളെ തൊഴാൻ ഞാൻ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞ സമാധാനം. അപ്പോഴും കുമ്പൊന്നും മിണ്ടണില്ല. ഒക്കെ കഴിഞ്ഞ് കുമ്പയുടെ കയ്യിൽ ശരീരത്ത് പുറത്ത് കൈ അങ്ങോട്ട് വച്ച വഴിക്ക് ഉറുമി പിടിച്ചിരുന്ന ചെറിയ വാള് പിടിച്ചിരുന്ന ഉദയനൻ ഒരൊറ്റ തിരിയൽ കഴുത്തിന് നോക്കിയൊരു കുത്തലും. അത് കഴിഞ്ഞപ്പോൾ നമ്മാർ അപ്പോഴേക്കും പെട്ടെന്ന് നമ്പ്യാർ പെട്ടെന്ന് താഴെ വീണില്ലേ, കഴുത്ത കട്ടിച്ചിട്ടു. ഉടൻ തന്നെ വീഴണ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കണ്ടാച്ചേരി ചാപ്പൻ പതുക്കനകത്തേക്ക് ചെന്നു. ഉദയനക്കുറുപ്പേ വേഷം മാറിക്കോളൂ എന്നും പറഞ്ഞു. ഉദയനക്കുറുപ്പിൻ്റെ വേഷമൊക്കെ മാറി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. മാറി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് പുറത്ത് നമ്പ്യാർക്ക് കൈതേരി ഉദയനൻ നമ്പ്യാർക്ക് കൂട്ടുവന്ന നായന്മാർ നിൽക്കണവരോട് കണ്ടാച്ചേരി ചെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് പടിഞ്ഞാറ്റയിലേക്ക് ചെല്ലൂ, നിങ്ങളേതേ കൈതേരി ഉദയനൻ നമ്പ്യാർ വിളിക്കണമെന്ന് പറഞ്ഞു. അവരവിടെ ചെന്നപ്പോഴത്തെ സംഭവം എന്താ കാണുന്നത്? ചോരയിൽ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് തങ്ങളുടെ തമ്പുരാൻ കൈതേരി നമ്പ്യാർ. അയ്യോ, എന്ത് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കണ്ടാച്ചേരി ചാപ്പൻ എന്ത് പറഞ്ഞു,
ഒച്ച വച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട. എന്താ പറ്റിയെന്നറിയില്ല, ഇവിടെ സംബന്ധത്തിന് വന്നതാ. ഇവിടെ വന്നു കഴിഞ്ഞ് കുമ്പയോട് കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ പറഞ്ഞു. കുമ്പ അങ്ങോട്ട് പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അയാൾ തന്നെത്താനെ കഴുത്ത് കുറ്റിച്ചെത്തു പോയി. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വേഗം എടുത്തുകൊണ്ട് പോകണം പറഞ്ഞു. അങ്ങനെ കൈതേരി വീട്ടിലേക്ക് ഉദയനൻ നമ്പ്യാരുടെ ശവവും കൊണ്ട് കൂടെ വന്നു നായന്മാരങ്ങ് പോയി. കൈതേരി വീട്ടിൽ കരച്ചിലും ബഹളമായില്ലേ. അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള 4 ഭാര്യമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അവിടെ കരച്ചിലും ബഹളമൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെന്താ വീട്ടുവളപ്പിൽ ശവസംസ്കാരമൊക്കെ നടത്തി അവിടെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അത്ര തന്നെ ഇന്നത്തെ കഥ. കൈതേരി ഉദയനൻ നമ്പ്യാരെ വധിച്ച കഥയാണ്. അതും തൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉദയനൻ്റെ ആ വലിയ മനസ്സ്, ഇഷ്ടമില്ലാതെ ഒരു പെൺകുട്ടിയെ ബലമായി വിവാഹം കഴിക്കുന്ന ആ ശക്തിയോട്, മുഷ്കിനോടുള്ള ആ പ്രമാണിത്വത്തോടുള്ള ഒരു എതിരാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദയനൻ ആ വക കാര്യങ്ങൾക്കൊന്നും കൂട്ടല്ല. നല്ല സന്മനസ്സോടെ, അതായത് സ്നേഹത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വീര യോദ്ധാവാണ് എന്നാണ് ഈ കഥയിലൂടെ തെളിയുന്നത്. കഥ ഇവിടെ നിൽക്കുകയാണ്. ഉദയനക്കുറിപ്പിൻ്റെ കഥകൾ ഇനിയുമുണ്ട്. ഇന്ന് അദ്ദേഹം കൊന്നു കളഞ്ഞത് കൈതേരി ഉദയനൻ നമ്പ്യാരെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഉദയനക്കുറിപ്പിൻ്റെ വീരകഥകൾ നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ കേൾക്കുക. മറ്റൊരാളോടെങ്കിലും പറയാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യണം. നന്ദി.